ഇന്ന് നമുക്ക് ക്രിസ്മസ് തീമിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് സാറ്റിൻ്റെ റിബണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഗ്രോസ് ക്രൈൻ റിബൺ എടുക്കാം കേട്ടോ. അപ്പം അത് ഒരു ഏകദേശം 12 ഇഞ്ച് നീളത്തിൽ 3 പീസ് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 3 പീസ് നമുക്ക് ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ റിബണിന് വീതി കുറവായതുകൊണ്ട് അത്യാവശ്യം വലിയൊരു ബോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം വളരെ തിന്നായിട്ട് നമുക്ക് B7000 ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ക്രിസ്മസ് തീമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ വൈറ്റ് കളറോ റെഡ് കളറോ ഏതെങ്കിലും ഒരു നല്ല കോമ്പിനേഷൻ കളർ എടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മറ്റൊരു പീസും കൂടി എടുത്ത് ഇതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. വളരെ തിന്നായിട്ട് മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഗ്ലൂ ഗണ്ണ് എടുക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ മറ്റേ സൈഡ് കൂടി നമുക്ക് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസും കൂടി നമുക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ മൂന്നാമത്തെ പീസും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റ് അളവിൽ തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. വളരെ തിന്നായിട്ട് മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്കിത് കുറച്ച് അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിലും നമുക്ക് ഈ റിബണ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം രണ്ടായി മടക്കിയതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമുക്ക് എടുക്കാം. ഇനി ആ ഒരു നടുഭാഗം ഉണ്ടല്ലോ, ആ ഒരു മാർക്ക് ചെയ്ത് വന്നതിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു സൈഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ രണ്ടാമത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മറ്റേ ഒരു സൈഡ് കൂടി ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ചെയ്താൽ അത്യാവശ്യം വലിയൊരു ബോയ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ചതിന് ശേഷം നടുഭാഗത്തായിട്ട് നമുക്കൊരു നൂല് വെച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം വീഡിയോയിൽ നിന്ന് മിസ്സായി പോയിട്ടോ. പിന്നെ ഞാനിവിടെ റെഡ് കളറ് പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബാൻഡ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഇളകി പോരാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു റിബണിൻ്റെ ചെറിയൊരു പീസ് മടക്കിയെടുത്തതിന് ശേഷം ഹെയർ ബാൻഡും ബോയും തമ്മിൽ നല്ല ടൈറ്റായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതേപോലെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ബാൻഡും ബോയും തമ്മിൽ നല്ല ടൈറ്റായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, ഇളകി പോരാത്ത രീതിയിൽ. ഇപ്പോൾ അങ്ങനെയുണ്ട്, നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ. പിന്നെ ഇതേപോലത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ പോളൻ ഉണ്ടല്ലോ, ഗോൾഡൻ കളറിലെ പോളൻ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പം അതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത ആ കുറച്ച് പീസ് ഉണ്ടല്ലോ, ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പീസും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബോയുടെ സെൻട്രലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ എന്തെങ്കിലും പീസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ റബ്ബറിൻ്റെ മെറ്റീരിയൽസൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ബോയുടെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന അതുപോലത്തെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആണെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ക്രിസ്മസിനൊക്കെ ഇതേപോലത്തെ ഹെയർ ബാൻഡൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സെയിൽ എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്കൊരു ഫെൽറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ബോയുടെ പുറകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ അവിടുന്ന് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പീസ് ഫെൽറ്റോ ക്യാൻവാസ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് എങ്ങനെയുണ്ട്, കാണാൻ അടിപൊളിയായിട്ടില്ല അല്ലേ, നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം സെയിൽ ചെയ്യാനാണെങ്കിൽ ഇതേപോലത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ ഒരു കോംബോ ആയിട്ട് ഹെയർ ക്ലിപ്പ് കൂടി റെഡിയാക്കി എടുക്കാം. ഈ ഒരു റിബൺ നമുക്ക് ഒരു 8 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നടുവിലേക്ക് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം പിടിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ആ ഒരു പീസിൻ്റെ പകുതി വെച്ച് പിന്നെയും നമ്മൾ ഇതുപോലെ കോൺ ഷേപ്പിലായിട്ട് ഇങ്ങനെ റിബണ് മടക്കി കൊടുക്കുക കേട്ടോ. റിബൺ മടക്കിയതിന് ശേഷം ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയതിന് ശേഷം ആ ഉള്ളിലേക്ക് വരുന്ന ഭാഗം നമുക്ക് അവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ആ മറു സൈഡ് കൂടി അതിൻ്റെ പകുതി വെച്ചിട്ട് നമ്മളിതുപോലെ കോണായി മടക്കുക കേട്ടോ. കോണായി മടക്കിയതിന് ശേഷം നമ്മൾ
ആ ഉള്ളിലേക്ക് വരുന്ന ഭാഗത്ത് അവിടെ വെച്ചിട്ട് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇതേപോലെ ചുരുക്ക് വരുന്ന രീതിയിൽ മടക്കിയെടുത്തതിന് ശേഷം നൂല് കൊണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ക്ലിപ്പാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുക്കാം കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പിലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച റിബണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഞാനൊരു ഗോൾഡൻ കളറിലെ അലിഗേറ്റർ ക്ലിപ്പാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റിബണിൻ്റെ ഇതുണ്ടല്ലോ പീസ്, നമുക്ക് ആ ഒരു അലിഗേറ്ററിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതും നമ്മൾ നേരത്തെ ഹെയർ ബാൻഡിലേക്ക് ചെയ്യുന്ന പോലെ റിബണിൻ്റെ ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം ഈ അലിഗേറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു ബോയ്ക്ക് ചുറ്റുമായിട്ട് നമുക്ക് ചുറ്റിയെടുത്ത് ആ ഒരു അലിഗേറ്ററുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഹെയർ ക്ലിപ്പ് റെഡി. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കളറാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡും മാത്രം മതി കേട്ടോ. നല്ല കൂടുതൽ സെയിലും കൂടുതൽ പ്രോഫിറ്റൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.